ഹേ ഗായ്സ്, ആൽവിനാണ്. യെസ്, നമ്മളിന്ന് ഹിറ്റ് 3 കണ്ടുവന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ കണ്ടുവന്നതാണ്. റിവ്യൂ ഇടാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ മാത്രമല്ല, നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിറ്റ് 3 കാണണമെന്ന്. അപ്പോൾ ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും കണ്ടു വന്നിരിക്കുകയാണ്. യെസ്, ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശൈലേഷ് കൊലാനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ഹിറ്റ് ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ സിനിമയാണ്. അതിൽ നായകനാകുന്നത് നാനി, നായികയാകുന്നത് ശ്രീനിധി ഷെട്ടി. യെസ്, അപ്പോൾ ഹിറ്റ് 3 തെലുങ്ക് ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് വയലൻ്റ് പരിപാടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. പിന്നെ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസായിട്ട് പുള്ളിക്കാരൻ മറ്റേ വൈറ്റ് കോട്ടിട്ട് വരുന്നത് ക്ലൈമാക്സിലായിരിക്കുന്നു. അത് ക്ലൈമാക്സിൽ തന്നെയാണ്. ഞാനത് സ്പോയിലറായിട്ട് പറയണതല്ല, അതിപ്പോൾ കാണുന്നവർക്ക് എല്ലാവരും മനസ്സിലാവും. അപ്പം അത് ക്ലൈമാക്സിലാണ്. ആ ഒരു സമയത്ത് അമ്മാരി വയലൻസ് പരിപാടി ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും ചോദിക്കുന്നത് മാർക്കോന് 3 വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് പേഴ്സണലി മാർക്കോന് 3 വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പടം ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടി. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, ഹിറ്റ് ഫ്രാഞ്ചൈസി മുഴുവൻ അങ്ങനെയാണ്. പക്ഷേ ഈ പടത്തിൽ കുറച്ച് വയലൻസ് കുത്തിക്കിറ്റി അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ ഒരു 2 കമിയോസ് ഉണ്ട്. അതിലൊന്ന് ഹിറ്റ് ഫ്രാഞ്ചൈസിയിൽ തന്നെ ഒരാളാണ്, രണ്ടാമത്തത് ഒരു അന്യാളാണ്. അത് ആരാ ഞാൻ പറയാനില്ല. അത് പടം കാണുന്നവർക്ക് ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. കാരണം അത് ഹിറ്റ് 4ലേക്ക് ലീഡ് ചെയ്യുന്നൊരു ടെയിലിൻ്റെ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അതിനു മുന്നേ നാനിയുടെ ക്യാരക്ടർ മോസ്റ്റ് വയലൻ്റ് ഒരു റക്ക് ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അപ്പം ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറിൻ്റെ കയ്യിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു ഒരാളെന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടം ആൾക്കാരെ കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അതാണ് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത്. പടത്തിൻ്റെ പ്ലോട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പടത്തിൻ്റെ പ്ലോട്ട് നല്ല ഒരു സംഭവം കൊള്ളാം. അതായത് പുതിയൊരു പരിപാടിയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു സംഭവമാണ്. അത് നന്നായിട്ടുണ്ട്. അതപ്പം നാനിയുടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ സ്വാഗം, ഓരോ ജാതി അങ്ങനെ എന്ന് വിളിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റേ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പടത്തിലെ നായിക ശ്രീനിധി ഷെട്ടി, പുള്ളിക്കാരുടെ ആവശ്യം ഉണ്ടാകുന്നില്ല. കാരണം ഒരു വയലൻ്റ് പരിപാടി പിടിച്ച് പോണ ഒരു ക്രൈം ത്രില്ലർ പരിപാടി പിടിച്ചിട്ടുള്ള സംഭവം അതിനിടയിൽ റൊമാൻറ്റിക് കുത്തി കയറ്റുമ്പോൾ ആ ഒരു ഹൈ മൊമെൻറ്റിൽ വന്നിട്ട് പെട്ടെന്ന് റൊമാൻറ്റിക്കിലേക്ക് അലിയുമ്പോൾ അതൊരു വർക്കൗട്ട് ആവാത്ത പോലെ തോന്നി. അപ്പം അതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. വില്ലൻ്റെ പരിപാടി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആളുടെ ബിൽഡപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ആളെ കാണിച്ചോടുകൂടി ആളുടെ ബിൽഡപ്പിനനുസരിച്ചുള്ള ഒരു വില്ലനെ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു ഇമ്പാക്റ്റ് ഇല്ല വില്ലന്. സത്യം പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ പടത്തിൽ അങ്ങനെ കാര്യമായിട്ട് ത്രെഡ് ഓക്കെയാണ്. പക്ഷെ എന്നാലും അത് മേക്കിംഗ് വൈസ് ഓക്കെയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഈ റൊമാൻറ്റിക് സീൻസ് കുറേ കുത്തിക്കയറ്റിയാണെന്നുണ്ട് അത് പടത്തിന് ഭയങ്കരമായിട്ട് ബാധിച്ചത്. അതുകൊണ്ടായിരിക്കും വില്ലനും വലിയ ഇമ്പാക്റ്റ് തോന്നാത്തത്. പിന്നെ മ്യൂസിക് വൈസ് അടിപൊളിയാണ്. അതെനിക്ക് പെരുത്തിഷ്ടമായി. സത്യം പറയാമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മേക്കിംഗ് വൈസ് ഞാൻ പറഞ്ഞു, മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. പടം തിയേറ്റർ വാച്ചാണെന്ന് വെച്ചാൽ തിയേറ്റർ വാച്ചാണ്. ആ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നല്ലൊരു അടിപൊളി തിയേറ്റർ വാച്ച് പരിപാടിയാണ്. അതുവരെ ഒന്ന് കൊണ്ടുപോകും, നമ്മളെ പിടിച്ചിരുത്തി ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകും. പക്ഷെ അതിനിടയിൽ ഈ ലവ് സീൻസാണ് എനിക്ക് പ്രശ്നമായി തോന്നിയത്. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ത്രൂ ഔട്ട് പടം ഓക്കെയാണ്. ക്ലൈമാക്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ട്രെയിലറിൽ ഒരു കുട്ടീനെ ഇങ്ങനെ കൊല്ലണ പോലത്തെ ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. ജസ്റ്റ് അവർ പ്രൊമോഷൻ പരിപാടി മീൻസ് പടത്തിനൊരു ഹൈ മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചതെന്നുണ്ട്. ട്രെയിലറിൽ അത്രയ്ക്ക് ബ്രൂട്ടലാണെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അത്രയ്ക്ക് ബ്രൂട്ടലൊന്നല്ല. മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല. ഓക്കെ, അടിപൊളി പടമാണ്. പക്ഷേ മോസ്റ്റ് വയലൻ്റ് പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എത്ര പറയുമ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, ഇഷ്ടപ്പെടും. കാരണം അത് മേക്കിംഗ് വൈസും പിന്നെ അവസാനത്തെ ഞാൻ പറഞ്ഞല്ലോ ആ കെമിയോയും ആ ലീഡും കൂടി ആകുമ്പോൾ നമുക്ക് മനസ്സ് ഫില്ലായിട്ട് കണ്ടിറങ്ങാൻ പറ്റും. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ.